KPCC അധ്യക്ഷൻ കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി ക്രെഡിറ്റ് CPM-ന്റേതാണ്, ഓൺ ക്രെഡിറ്റാണ്. നിങ്ങൾ ഇന്നലെ കണ്ണൂരിൽ ഇത് കണ്ടിട്ടില്ലേ? എന്ത് ചോദ്യം പിന്നെ ചോദിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത് എന്റെ ജില്ല മാത്രമല്ല, ഇതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതുപോലെ തന്നെയാണ് ഇന്നലത്തെ റാലി, നമ്മുടെ റാലികളിൽ. നിങ്ങൾ ഒരു ജനങ്ങളുടെ പ്രതികരണത്തിന്റെ പ്രതിഫലനമാണ് ഇന്നലത്തെ ജാഥ എന്ന് നിങ്ങൾ ഓർക്കണം. 20 ഔട്ട് ഓഫ് 20 തന്നെ. ഞങ്ങൾ അന്ന് പറഞ്ഞ വാക്കിൽ നിന്ന് 1 ഇഞ്ച് നമ്മൾ വ്യതിചലിച്ചിട്ടില്ല. ഞാനല്ല, കോൺഗ്രസിന്റെ ഒരു നേതാക്കന്മാരും വ്യതിചലിച്ചിട്ടില്ല. എന്തുകൊണ്ടാ? എല്ലാവർക്കും ഫുൾ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട്. ശോഭ സുരേന്ദ്രൻ പറഞ്ഞത് ഒരു മുതിർന്ന CPM നേതാവ് BJP-യിലേക്ക് പോകാൻ നീക്കങ്ങൾ നടത്തി എന്ന് പറഞ്ഞിരുന്നു. അതെന്താ നിങ്ങൾക്ക് കിട്ടാണ്ട് പോയ? നിങ്ങൾ എന്റെ പേരും കൊണ്ട് കളിക്കാൻ കുറെ നല്ല എളുപ്പത്തിൽ പുറപ്പെട്ടില്ലല്ലോ. സുധാരൻ പോകുന്നു. ഞാനല്ല പോകുന്നത്, EP ജയരാജനാണ്. EP ജയരാജന്റെ ചർച്ച കഴിഞ്ഞു. ചർച്ച പിന്നെ ഈ ശോഭ മുഖാന്തരം നടത്തിയ ചർച്ച നടന്നു. ചന്ദ്രശേഖരനോ ചർച്ച നടന്നു ഒരു പരിധി വരെ എല്ലാം കടന്നങ്ങോട്ട് എത്തിയപ്പോൾ പാർട്ടിയിൽ നിന്ന് ഭയങ്കരമായ ഭീഷണി ജയരാജനെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം പുള്ളി പിന്നോട്ട് പോയിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. പക്ഷെ ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ എന്താണ് എന്നറിയില്ല. പിന്നെ ഞാൻ ചോദിക്കുന്നത്, അതിനകത്ത് ആരാ CPM ഇവരെ BJP-കാരെ എന്നെ വിമർശിക്കുന്നവരാരാ? ഗോവിന്ദ മാഷുണ്ടോ? ഗോവിന്ദ മാഷ അടുത്ത ദിവസം എല്ലാം ഒരു ചർച്ച കാണിച്ചു തരാൻ പറ്റും, സ്റ്റേറ്റ്മെന്റ് കാണിച്ചു തരാൻ പറ്റുമോ? 6 മാസമായിട്ട് പുള്ളിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ലല്ലോ. EP 6 മാസമായി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെയൊന്നും BJP-യിലേക്ക് പോകുന്നു? ഞാനെന്ത് പഴിച്ചിട്ടാ നിങ്ങൾ ഈ പോകുന്നു പറയുന്നതിന്റെ പോലും? ആരെ ചർച്ച? ഗൾഫിൽ വെച്ചാണ് നടത്തിയത്. തൃശ്ശൂര് രാമനിലയത്തിലേക്ക് വിളിച്ചു എന്ന് പറയുന്നത് അതുണ്ടാകാം. പക്ഷെ ഗൾഫിലാണ് ഫസ്റ്റ് ചർച്ച നടന്നത്. ഗൾഫിലാണ്. അത് പിന്നീട് പറയാം. അങ്ങനെ കൃത്യമായിട്ട് എല്ലായിടത്തും അങ്ങ് പോല. നിങ്ങൾ പോയാൽ പിന്നെ വരില്ല. അതിനൊരു മധ്യവർത്തിയുണ്ട്. മധ്യവർത്തി തന്നെ നമ്മളുടെ പറഞ്ഞ വിഷയമാണ്. മധ്യവർത്തിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അത് ശരിയല്ല. മഹാരാഷ്ട്ര ഗവർണർ സ്ഥാനമാണോ? ഒരു ഗവർണർ സ്ഥാനത്തെ കുറിച്ച് ചർച്ച നടന്നു മാത്രമേ എനിക്കറിയൂ. മഹാരാഷ്ട്രയാണോ അല്ല വേറെ ഏതാണെന്ന് അറിയില്ല. ഗവർണർ സ്ഥാനത്തെ കുറിച്ചാണ് ചർച്ച നടത്തിയത്. രാജശേഖരടക്കം ചർച്ച നടത്തിയപ്പോൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുള്ളി വിശ്വസിച്ചിട്ടുണ്ടാവും പാവം. അദ്ദേഹത്തിന് പാർട്ടിക്കകത്ത് കഴിഞ്ഞ ഞാൻ പറയാം, ഗോവിന്ദ മാഷ് സെക്രട്ടറി ആയതോടുകൂടി തന്നെ EP വളരെ വളരെ അസ്വസ്ഥനാണ്. കാരണം സത്യത്തിൽ അതിൻ്റെ അകത്ത് പിന്നെ സ്റ്റേറ്റ് സെക്രട്ടറി ആവേണ്ടുന്നത് മറ്റു പലതുകൊണ്ടും EP-യാണ്. EP-ക്ക് അത് കിട്ടിയില്ല എന്ന് വന്നപ്പോൾ EP-ക്ക് ഭയങ്കര നിരാശയുണ്ട്. ഈ നിരാശ എന്നല്ല, അത് അദ്ദേഹം പാർട്ടിയിലെ പ്രധാനപ്പെട്ട സുഹൃത്തുക്കളോട് ഓപ്പണായിട്ട് പറയാറുണ്ട്. അദ്ദേഹത്തിന് സൂക്ഷിക്കാനൊന്നും അറിയില്ല, രഹസ്യം സൂക്ഷിക്കാനൊന്നും അറിയില്ല. ഓപ്പണായി പറയാറുണ്ട്, പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞവർ ഞങ്ങളുടെയൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് പുള്ളിക്കുള്ള അസ്വസ്ഥം പിണറായി വിജയനുമായിട്ടും തീരെ നല്ല ബന്ധത്തിലല്ല. ചന്ദ്രശേഖരൻ ഈ ചർച്ചയിൽ വെച്ചത് രാജീവ് ചന്ദ്രശേഖരനെയാണോ ഉദ്ദേശിച്ചത്? അതെ. രാജീവ് ചന്ദ്രശേഖരനും ശോഭാ സുരേന്ദ്രനുമാണ് ഇതിന്റെ മധ്യവർത്തികൾ. ഗൾഫിൽ വെച്ചിട്ടാണ് ആദ്യത്തെ ചർച്ച നടത്തിയത്. ഓക്കെ. പറയുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മുസ്ലിം ലീഗ് LDF-ലേക്ക് പോകുന്നു. അതെ, ബായും വളർന്ന് കിടന്നോളാൻ പറയണം മലന്നിട്ട്. ഇത് പോകുന്നു വിചാരിച്ചിട്ട് അല്ലേ? അല്ല, പഴമൊഴി പറഞ്ഞാൽ വളരെ ഇതായി പോകും. ഇയാൾ എന്ത് വിവരം കെട്ട രാഷ്ട്രീയമാണ്. എന്ത് ബേസിലായി ഒരു പാർട്ടിയെ കുറിച്ചിട്ടൊക്കെ അവർ ആക്ഷേപം പറയുമ്പോൾ ഒരു മര്യാദ വേണ്ടേ? എന്തെങ്കിലും ഒരു സിംഗിൾ എവിഡൻസ്. എന്താ സിംഗിൾ എവിഡൻസ്? ലീഗെല്ലാം നമ്മളെപ്പോൾ കോൺഗ്രസിനേക്കാൾ വാശിയിലാണ് മുസ്ലിം ലീഗൊക്കെ. ഞങ്ങൾ അവരുടെ ധൈര്യം ബന്ധപ്പെടുന്നവരാ, നമുക്കറിയാം. ഒരു അസ്വസ്ഥതയുമില്ല. ഒരു അസ്വസ്ഥത അവർക്ക് മുന്നണി സംവിധാനത്തിൽ ഒരു അസ്വസ്ഥതയും അവർക്കില്ല. ഓക്കെ. വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം ഉന്നയിക്കുന്നു KPCC അധ്യക്ഷൻ. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ നേതാവ് EP ജയരാജനാണ്. അതായത് BJP-യിലേക്ക് പോകാൻ ചർച്ച നടത്തുന്ന നേതാവ് EP ജയരാജനാണ് എന്ന് ഗൗരവതരമായ ഒരു ആരോപണം ഉന്നയിക്കുകയാണ് ഇപ്പോൾ K. സുധാകരൻ, കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി. ഗൾഫിൽ വെച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നത് എന്ന് K. സുധാകരൻ പറയുന്നു. ഇടനിലക്കാരായിരുന്നത് ശോഭാ സുരേന്ദ്രനും തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറുമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം, രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു ആരോപണമാണ് ഇപ്പോൾ K. സുധാകരന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ശോഭാ സുരേന്ദ്രൻ വാർത്താ സമ്മേളനം നടത്തി വളരെ പ്രധാനപ്പെട്ട ഒരു CPM നേതാവ് BJP-യിലേക്ക് വരാൻ ചർച്ച നടത്തി എന്ന് ആരോപണം ഉന്നയിച്ചത്. അത്തരത്തിൽ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയത് അത് സുധാകരൻ ആദ്യമായി
ആ പേര് പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. EP ജയരാജൻ ആണ് ഇത്തരത്തിൽ നേതാവ്. ഗവർണർ സ്ഥാനമാണ് EP ജയരാജൻ ആഗ്രഹിച്ചത്. പാർട്ടിയിൽ MV ഗോവിന്ദൻ മാസ്റ്റർ സെക്രട്ടറി ആയതിനു ശേഷം അസ്വസ്ഥനാണ് EP ജയരാജൻ. തന്റെ പ്രധാനപ്പെട്ട അടുപ്പക്കാരോട് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് BJPയുമായി EP ചർച്ച നടത്തിയതെന്നും കെ സുധാകരൻ ആരോപിക്കുന്നു. ഗൗരവതരമായ ആരോപണമാണ്. ശോഭാ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖറുമാണ് ഇടനിലക്കാർ എന്നും കെ സുധാകരൻ ആരോപിക്കുന്നു. അല്പം മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇത്തരത്തിൽ ഗൗരവതരമായ ഒരു ആരോപണം കെ സുധാകരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇടനിലക്കാരായി ഉണ്ടായിരുന്നു. ഗൾഫിൽ വെച്ച് ആദ്യവട്ട ചർച്ച നടത്തി. ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ EP നടത്തുന്നുണ്ട് എന്നാണ് സുധാകരൻ ആരോപിക്കുന്നത്. സുധാകരൻ പറഞ്ഞത് BJPയുമായി ചർച്ച നടത്തിയ നേതാവ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ നേതാവ് EP ജയരാജനാണ് എന്നുള്ളതാണ്. EP ജയരാജൻ CPMൽ അസ്വസ്ഥനാണ്. തുടർന്നാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയത്. ഗവർണർ സ്ഥാനമാണ് EP ലക്ഷ്യമെന്നും പറയുന്നു. മനു ഭരത് ചേർന്നു. മനു, ഇന്നലെ ശോഭ നടത്തിയ വാർത്താ സമ്മേളനത്തിലെ ആരോപണങ്ങൾ അത് ഇപ്പോൾ EP ജയരാജൻ ആണ് എന്ന തരത്തിൽ കെ സുധാകരൻ വ്യാഖ്യാനിക്കുകയാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രൻ നടത്തിയ ഈ ആരോപണത്തെ സംബന്ധിച്ച് CPM നേതൃത്വം അവരെ വെല്ലുവിളിച്ചിരുന്നു. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന TV രാജേഷാണ് ന്യൂസ് 18ലൂടെ ഒരു വെല്ലുവിളി നടത്തിയത്. ഇത് പേര് ആര് എന്ന് പറയാൻ തയ്യാറാകണം ശോഭാ സുരേന്ദ്രൻ, അല്ലാതെ ഉണ്ടയില്ലാത്ത ഒരു വെടി കൊണ്ട് കാര്യമില്ല എന്ന് TV രാജേഷ് പറയുകയും ചെയ്തിരുന്നു. ഏതായാലും ഇന്ന് സുധാകരൻ ആ പേര് വെളിപ്പെടുത്താൻ തയ്യാറായിരിക്കുന്നു. EP ജയരാജനാണ് ഇത്തരത്തിൽ ഒരു നേതൃത്വവുമായി ചർച്ച നടത്തിയത്. ശോഭാ സുരേന്ദ്രന്റെ പിണറായിക്കൊപ്പം തലപ്പക്കമുള്ള ഒരു നേതാവാണ് ചർച്ച നടത്തിയത് എന്ന ആരോപണത്തെ അതേപോലെ പിന്താങ്ങുകയാണ്, അല്ലെങ്കിൽ അത് ശരിയാണ് എന്ന് സ്ഥിരീകരിക്കുകയാണ് KPCC അധ്യക്ഷനായ കൂടിയായ കെ സുധാകരൻ. അദ്ദേഹം പറയുന്നത് ദുബായിൽ വെച്ചാണ് ഈ ചർച്ച നടത്തിയത്. ഇതിന് ഉള്ള ഇടനിലക്കാർ ആ വിവരം തനിക്ക് അപ്പോൾ തന്നെ നൽകിയിരുന്നു. ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണർ പദവിയാണ് ഒരു ഓഫറായി മുന്നോട്ട് വച്ചിരുന്നത്. അത് മഹാരാഷ്ട്രയാണോ എന്ന് തനിക്കറിയില്ല. ഏതായാലും സ്ഥാനമാനങ്ങൾ ഓഫറിൽ ഉണ്ടായിരുന്നു. ആ ഓഫറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ച നടത്തിയത്. ചർച്ചയുടെ ഭാഗമായി ചന്ദ്രശേഖർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ ആണോ എന്ന എടുത്ത ചോദ്യത്തിന് അത് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ, ശോഭാ സുരേന്ദ്രൻ കൂടി ഉൾപ്പെട്ട ഒരു ഇടനിലക്കാരനും കൂടി ഉൾപ്പെട്ട ഒരു ചർച്ച നടന്നു. ആദ്യഘട്ടത്തിൽ അത് ദുബായിൽ, പിന്നീട്